ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി ബിക്രം മിസ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ DGMOയുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. ഇരുപക്ഷവും കരയിലും വായുവിലും കടലിലുമുള്ള എല്ലാ സൈനിക നടപടികളും നിർത്താൻ ധാരണയായി. സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ തിങ്കളാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഇന്ന് എത്തിച്ചേർന്ന ധാരണയിൽ ഉറച്ചുനിൽക്കുമെന്നും ഭാവിയിലെ സംഘർഷങ്ങളോട് ശക്തമായി പ്രതികരിക്കുമെന്നും സൈന്യം അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം സൈനിക ഉദ്യോഗസ്ഥരായ സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, രഘു നായർ എന്നിവർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. In conclusion, let me reiterate that whilst we will be adhering to the understanding that has been reached today, that is the Indian Army, the Indian Navy and the Indian Air Force, we remain fully prepared and ever vigilant and committed to defending the sovereignty and integrity of the motherland. Every misadventure by Pakistan has been met with strength, and every future escalation will invite a decisive response. We remain fully operationally ready to launch whatever operations may be required in defense of the nation. Thank you very much, ladies and gentlemen. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി, 3 സൈനിക വിഭാഗങ്ങളുടെയും തലവന്മാർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. ജനങ്ങളും നാടും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം കൈവരിക്കാനുമുണ്ടായ തീരുമാനം വിവേകപൂർണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വാർഷിക പരിപാടികൾ ഈ മാസം 13 മുതൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തുടർന്ന് നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാതല, സംസ്ഥാനതല യോഗങ്ങളും എന്റെ കേരളം പ്രദർശനവും മേഖലാ അവലോകന യോഗങ്ങളും നിശ്ചയിച്ച പ്രകാരം നടക്കും. മാറ്റിവച്ച മലപ്പുറം ജില്ലാതല യോഗം ഉൾപ്പെടെ മറ്റ് യോഗങ്ങളുടെ തീയതി പിന്നീട് അറിയിക്കും. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ മാസം 14 മുതൽ 20 വരെ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. +1 ക്ലാസുകൾ ജൂൺ 18 ആരംഭിക്കുമെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു. തപാൽ ഓഫീസുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, സേവിംഗ്സ് ബാങ്കുകൾ എന്നിവ ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളായി മാറിയതായി കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി. തിരുവനന്തപുരം വർക്കലയിൽ പുതുതായി നിർമ്മിച്ച സബ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൻ കി ബാത് ക്വിസ് മത്സരം 4ാം സീസണിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വീടുകളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 556 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആറളം, കൊട്ടിയൂർ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ 40 വീതം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അയ്യങ്കുന്ന് പഞ്ചായത്തിൽ 36ഉം ചെമ്പിലോട് 33ഉം പേരാവൂർ, മുഴക്കുന്ന് എന്നിവിടങ്ങളിൽ 30 വീതവും കേളകം 29ഉം ചെറുപുഴ, കുന്നോത്തുപറമ്പ്, ഇരിട്ടി എന്നിവിടങ്ങളിൽ 17 വീതവും കോളയാട് 15 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡെങ്കി കൊതുകുകൾക്ക് മുട്ടയിടാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുതെന്നും ഇൻഡോർ ഫ്ലവർ പോട്ട്, താർപ്പായ, ഫ്രിഡ്ജിലെ ഡ്രെയിനേജ് ട്രേ എന്നിവിടങ്ങളിലെ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും DMO ആവശ്യപ്പെട്ടു. മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിൻ പൊതുജന പിന്തുണയോടെ വിജയിപ്പിക്കാൻ എല്ലാ ആരോഗ്യ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണമെന്നും DMO പറഞ്ഞു. നാടിനെ ശക്തിപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യയിൽ നൈപുണ്യം നേടിയ യുവതയുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. നിർമ്മിത ബുദ്ധി സാധ്യതകളും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളും വിഷയമാക്കി വിദ്യാർത്ഥികൾക്കായി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച ഡിസയർ 2025 കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:20.